സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്നകും തതവക്കലൂന അലല്ലാഹ് ഹഖ തവക്കുലി ലറസഖകും കമാ ലറുസിഖ്തും കമാ യുർസഖു അത്വയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധം തവക്കുലാക്കി ജീവിച്ചാൽ, ആദ്യം പറഞ്ഞത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. മറിയത്തിൻ്റേത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമായിരുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവർക്ക് റിസ്ക് അള്ളാഹു തുറന്നേകും എന്ന് പറഞ്ഞു. അതിൻ്റെ ചരിത്ര സാക്ഷിയാണ് മറിയമിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ രണ്ടാമത്തേത് തവക്കുൽ. നിങ്ങൾ യഥാവിധം അള്ളാഹുവിൽ തവക്കുലാക്കിയാൽ കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത തവക്കുലാണ്. എന്താ തവക്കുൽ? നമുക്ക് അകവും പുറവും ഏൽപ്പിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ സകലവും ഏൽപ്പിക്കാൻ നമുക്ക് അള്ളാഹു മതി എന്നുള്ള വിശ്വാസം, അതിനനുസരിച്ചുള്ള പ്രവർത്തനം, അത് യഥാവിധമായിരിക്കണം തവക്കുൽ. കലർപ്പുണ്ടാകരുത്. അള്ളാഹു മതി പറഞ്ഞാൽ അള്ളാഹു മതി. പിന്നെ നേർച്ചക്കാരെ വിളിക്കാൻ പാടില്ല, ശുഹദാക്കളോട് തേടാൻ പാടില്ല, ജാറം തേടി, അതേപോലെ ജിന്നിനെ തേടി, അതേപോലെ തന്നെ മറ്റു വലിയനെ തേടി, മക്കാമുകൾ തേടി ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരിലേക്ക് ബന്ധപ്പെടുന്ന സ്ഥിതിവിശേഷം വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. ഹസ്ബുൻ അല്ലാഹ് വനിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ. അള്ളാഹു മതി, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ ഏറ്റവും നല്ല വക്കീലാകുന്നു അള്ളാഹു എന്നുള്ളതാണ്. അങ്ങനെ തവക്കുൽ അത് യഥാവിധമായിട്ടുണ്ട് എങ്കിൽ പക്ഷിക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ നിങ്ങൾക്ക് അള്ളാഹു തിന്നാൻ തരും, ഉപജീവനം നൽകും എന്നാണ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാലിയായ വയറുമായി പ്രഭാതത്തിൽ പാറുന്ന പക്ഷി നിറഞ്ഞ വയറുമായി പ്രദോഷത്തിൽ തിരിച്ചു പാറുന്നു. ആരാ പക്ഷിക്കുള്ള ഉപജീവനം കനിഞ്ഞത്? ആ ഉപജീവനത്തിലേക്ക് പക്ഷിയെ കൊണ്ടെത്തിച്ചത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ ഫത്താഹായ അള്ളാഹു ഉപജീവനമരുളുന്ന അള്ളാഹുവാണ്. അതിന് അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ടുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്.